നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ന്യൂസ് തിയേറ്ററിലേക്ക്. നമ്മൾ ഇന്നലെയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്നത് രാഷ്ട്രീയമാണ്, പൊതുതെരഞ്ഞെടുപ്പാണ്. ഇന്നലെ നമ്മൾ കേരളത്തിലെ 5 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികൾ ആരായിരിക്കും, ആരാകാൻ പോകുന്നു എന്നത് സംബന്ധിച്ച് ചർച്ചകളും സാധ്യതകളും ഒക്കെ പരിശോധിക്കുകയായിരുന്നു. കേരളവും ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിശേഷമായ പൊതുതെരഞ്ഞെടുപ്പിൻ്റെ ആരവങ്ങളിലേക്ക് മാറി തുടങ്ങിയ സാഹചര്യത്തിൽ ഇന്ന് നമ്മൾ 6 ലോക്സഭാ മണ്ഡലങ്ങൾ പരിശോധിക്കുകയാണ്. 6 ലോക്സഭാ മണ്ഡലങ്ങളിൽ ആരായിരിക്കും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ എന്നതാണ് ഇന്ന് ന്യൂസ് തിയേറ്റർ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. അതിൽ പല ലോക്സഭാ മണ്ഡലങ്ങളിലും LDF വലിയ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ വലിയ വിജയപ്രതീക്ഷയുള്ള അവരുടെ ഉറച്ച മണ്ഡലങ്ങൾ അവർ വിചാരിക്കുന്ന മണ്ഡലങ്ങളാണ്. അവിടെ ഇപ്പോൾ സിറ്റിംഗ് MP മാറുന്നിടത്ത് പകരം ആര് വരാൻ പോകുന്നു എന്താണ് ചർച്ച. നമുക്ക് ആദ്യം ആ കാര്യത്തിൽ പരിശോധിക്കാൻ പോകുന്നത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലമാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF ഉറച്ച വിജയപ്രതീക്ഷയുള്ള അല്ലെങ്കിൽ വിജയിക്കുമെന്ന് അവർ ശരിയായി വിചാരിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ്. അവിടെ ഇപ്പോൾ P. കരുണാകരനാണ് MP. P. കരുണാകരൻ തൽക്കാലം മാറി നിൽക്കുകയാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇനി മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ആ സാഹചര്യത്തിൽ അവിടെ പുതുതായി ഏത് സ്ഥാനാർത്ഥി വരും എന്നതാണ് ഇപ്പോൾ കാസർകോട്ടെ ആളുകൾ നോക്കിയിരിക്കുന്നത്. ആകെ 20 മണ്ഡലങ്ങളെ ഉള്ളതുകൊണ്ട് ഓരോ ഇടത്തും ആരൊക്കെ സ്ഥാനാർത്ഥിയാകുമെന്ന് കേരളം മുഴുവൻ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിൻ്റെ സാധ്യതകൾ, സ്ഥാനാർത്ഥി ആര് എന്നതിൻ്റെ സാധ്യതകളാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. പരിശോധിക്കാം. P. കരുണാകരൻ MP ആയി തുടരുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ സാധ്യതകൾ, ആരൊക്കെയാവും സ്ഥാനാർത്ഥികളെന്ന സാധ്യത നോക്കാം. LDF ഏറ്റവും ഉറച്ച വിജയപ്രതീക്ഷയുള്ള ചുരുക്കം മണ്ഡലങ്ങളിലൊന്ന് എന്ന് പറയാം കാസർഗോഡിനെ. കാരണം എല്ലാ മണ്ഡലങ്ങളിലും അങ്ങനെ ഉറച്ച വിജയപ്രതീക്ഷ അവർക്കില്ല. ചിലയിടത്ത് തിരിച്ചു പിടിക്കാം, ചിലയിടത്ത് വലിയ പോരാട്ടം നടത്താമെന്ന പ്രതീക്ഷ മാത്രമേ, പ്ലാൻ മാത്രമേ അവർക്കുള്ളൂ. പക്ഷേ കാസർഗോഡിൻ്റെ കാര്യം എടുത്താൽ കാസർഗോഡ് ഏറ്റവും ഉറച്ച വിജയപ്രതീക്ഷയുള്ള അവർക്കൊപ്പം നിൽക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ്. P. കരുണാകരൻ കഴിഞ്ഞ തവണ മുൻപത്തേതിനേക്കാൾ ഭൂരിപക്ഷം കുറഞ്ഞാണ് വിജയിച്ചത് എങ്കിലും ഇത്തവണ ഒരു മികച്ച സ്ഥാനാർത്ഥി അവതരിപ്പിച്ച് വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലൊന്നാണ് കാസർഗോഡ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ആ കാസർഗോഡ് സിറ്റിംഗ് MP ആയിരുന്ന P. കരുണാകരൻ ഇത്തവണ മത്സരത്തിനില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അദ്ദേഹം മത്സരിക്കാനില്ല, ഏതാണ്ട് ഇല്ല എന്ന കാര്യം CPIM-നകത്തു നിന്നും അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തു നിന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ പകരം ആരാണ് സ്ഥാനാർത്ഥിയാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സതീഷ് ചന്ദ്രൻ്റെ പേരിനാണ് ഇപ്പോൾ ഏറ്റവും മുൻതൂക്കമുള്ളത്. അദ്ദേഹം ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള, അർഹിക്കുന്ന സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പേര് അദ്ദേഹത്തിൻ്റെതാണ് എന്ന നിലയ്ക്ക് കാസർകോട്ടെ CPIM-നകത്ത് ഏറ്റവും സജീവമായി നിൽക്കുന്ന പേര് സതീഷ് ചന്ദ്രൻ്റെ പേരാണ്. കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുന്നു. കാരണം P. കരുണാകരൻ ഇനി ഒരു മത്സരത്തിനില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കപ്പെട്ട് കഴിഞ്ഞ ഒരു കാര്യമായതുകൊണ്ട് സതീഷ് ചന്ദ്രൻ അതിനകത്ത് ഏറ്റവും അർഹതയുള്ള ആളാണ് എന്ന നിലയ്ക്കുള്ള ചർച്ച കഴിഞ്ഞ കുറേ കാലമായി കേൾക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട പേര് അവിടെ CPIM-ൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VPP മുസ്തഫയുടെ പേരാണ്. അദ്ദേഹം ഏറെക്കാലമായി മണ്ഡലത്തിൽ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന CPIM-ൻ്റെ നേതാക്കളിൽ ഒരാളാണ്. മറ്റ് ഈ ചാനൽ ചർച്ചകളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖം ഒരുപക്ഷെ കേരളത്തിന് വളരെ സുപരിചിതമായ മുഖമാണ്. VPP മുസ്തഫ അദ്ദേഹം ഏറ്റവും അർഹതയുള്ള സ്ഥാനാർത്ഥികളിൽ ഒരാളാണ്, വളരെ ജനകീയനായ ഒരാളാണ്, സ്വീകാര്യതയുള്ള ഒരു നേതാവാണ്. അപ്പോൾ VPP മുസ്തഫയുടെ പേരും സജീവമായി കേൾക്കുന്നുണ്ട് LDF സ്ഥാനാർത്ഥി ആരാണ് എന്ന കാര്യത്തിൽ. പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനം കേൾക്കുന്ന, ഏറ്റവും സജീവമായി രംഗത്തുള്ള ഒരു പേരാണ് MP ഗോവിന്ദൻ മാസ്റ്റർ എന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിൻ്റെ പേര്. അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരണമെന്ന ആഗ്രഹം ഒരു വിഭാഗം ആളുകൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം P. കരുണാകരൻ പിൻവാങ്ങുമ്പോൾ ഏറ്റവും ജനകീയനായ, ഏറ്റവും സ്വീകാര്യനായ, ഏറ്റവും പ്രഗത്ഭനും അല്ലെങ്കിൽ പ്രതിഭാശാലിയുമായ ആ നിലയ്ക്ക് സ്വീകരിക്കപ്പെട്ട, സംസ്ഥാനമൊട്ടുക്ക് അംഗീകരിക്കപ്പെട്ട ഒരു നേതാവ് വരണം. കാരണം അങ്ങനെ ഒരു മത്സരം അവിടെ കാഴ്ചവെക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം. MP ഗോവിന്ദൻ മാസ്റ്റർക്ക് പൊതുവെ അതിനോട് ഒരു വിയോജിപ്പുണ്ട് എന്ന് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നില്ല. ഒരു പാർട്ടി നിഷ്കർഷ ഉണ്ടായാൽ മത്സരിക്കാം എന്ന് തന്നെയാണ് അദ്ദേഹം വിചാരിക്കുന്നത് എന്ന് തോന്നുന്നു. MP ഗോവിന്ദൻ മാസ്റ്റർ വരുന്നതിന് വിവിധങ്ങളായ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. കഴിഞ്ഞ തവണ കനത്ത മത്സരം നടന്ന മണ്ഡലത്തിൽ കരുതൽ വേണം എന്നതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ തവണ P. കരുണാകരനും T. സിദ്ദീഖും നടന്ന മത്സരത്തിൽ 5000-ൻ്റെ പരിസരത്തുള്ള വോട്ടിലാണ് P. കരുണാകരൻ വിജയിച്ചത്. അതിന് മുൻപ് ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തെക്കാൾ ഏറെ താഴെ വന്നിട്ടാണ് അദ്ദേഹം വിജയിച്ചെന്നോർക്കണം. കനത്ത മത്സരം സാധ്യമാക്കാൻ കോൺഗ്രസിൻ്റെ സിദ്ദീഖിന് കഴിഞ്ഞു എന്നിടത്ത് കോൺഗ്രസ് അവിടെ ഒരു വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ടാവും. സ്വാഭാവികമായും UDF ഒരു പ്രതീക്ഷ അവിടെ അവശേഷിക്കുന്നുണ്ട്. കാരണം
കടുത്ത മത്സരം കഴിഞ്ഞ തവണ കാഴ്ചവെച്ചു എന്നുണ്ട്. അതുകൊണ്ട് ഇത്തവണ റിസ്ക് എടുക്കാൻ പാടില്ല. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ കാസർഗോഡ് അവതരിപ്പിക്കണം. എം വി ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിച്ഛായ പ്രശ്നങ്ങളില്ല. അതേസമയം പാർട്ടിക്കകത്തും പുറത്തുമെല്ലാം അദ്ദേഹം കരുത്തനായ ഒരാളാണ്. വലിയ ആഴത്തിൽ അടിവേരുകളുള്ള ആളാണ്. അദ്ദേഹത്തിന് അവിടെ വിജയിക്കാൻ കഴിയും, വലിയ വിജയം സമ്മാനിക്കാൻ കഴിയുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എം വി ഗോവിന്ദൻ്റെ പേര് അവിടുത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ ആദ്യം വന്നാൽ അത്ഭുതപ്പെടാനില്ല. അദ്ദേഹം സ്ഥാനാർത്ഥിയായാലും അക്കാര്യത്തിൽ അത്ഭുതപ്പെടാനില്ല. അപ്പോൾ അതാണ് കാസർകോട്ടെ പൊതുവായ സാഹചര്യം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഉയർന്നു കേൾക്കുന്ന പേരുകൾ ഇവയൊക്കെയാണ്. ഇനി കാസർഗോഡ് ജില്ലയിലെ സാഹചര്യങ്ങൾ എന്താണെന്ന് കാസർഗോഡ് റിപ്പോർട്ടർ ഞങ്ങളുടെ ഷബീർ എന്താണ് കാസർകോട്ടെ സാഹചര്യമെന്ന് പറയും, അതുകൂടി കേൾക്കാം. നിഷാദ്, LDFിനെ സംബന്ധിച്ച് ഉറച്ച വിജയപ്രതീക്ഷയുള്ള ചുരുക്കം ചില മണ്ഡലങ്ങളിലൊന്നാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. കാരണം നമുക്കറിയാം, മുൻകാല തെരഞ്ഞെടുപ്പിലുള്ള ചരിത്രം പരിശോധിച്ചാൽ തന്നെ LDFിനെ കൈവിട്ട ചരിത്രം അപൂർവമായ കാസർഗോഡ് മണ്ഡലത്തിനുള്ളത്. നിലവിൽ കഴിഞ്ഞ 3 തവണ തുടർച്ചയായി കാസർഗോഡ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് P കരുണാകരൻ MP ആണ്. തുടർച്ചയായി 3 തവണ LDFിനൊപ്പം തന്നെയാണ് കാസർഗോഡ് മണ്ഡലം നിന്നിട്ടുള്ളത്. എന്നാൽ ഇത്തവണ P കരുണാകരൻ MP മത്സരിക്കാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പകരം സ്ഥാനത്തേക്ക് ജില്ലയിൽ തന്നെ മുതിർന്ന നേതാവ്, മുൻ ജില്ലാ സെക്രട്ടറിയും മുൻ തൃക്കരിപ്പൂർ MLAയും നിലവിൽ സംസ്ഥാന സമിതി അംഗവുമായ KP സതീഷ് ചന്ദ്രൻ്റെ പേരാണ് പ്രഥമ പരിഗണനയിൽ ഉയർന്നു കേൾക്കുന്നത്. ജില്ലാ നേതൃത്വവും പാർട്ടി പ്രവർത്തകരും ഉയർത്തിക്കാണിക്കുന്നത് സതീഷ് ചന്ദ്രൻ്റെ പേരാണ്. കൂടാതെ നിലവിലെ ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ്റെ പേരും ജില്ലയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് മുൻകാല തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ 2004 തെരഞ്ഞെടുപ്പിൽ ഏകദേശം 1 ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് P കരുണാകരൻ MP 1 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് P കരുണാകരൻ MP വിജയിച്ചതെങ്കിൽ 2009 എത്തുമ്പോൾ 2009 തെരഞ്ഞെടുപ്പ് 65,000-ൽ താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് P കരുണാകരൻ MP കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചത്. പിന്നീട് അതിൽ നിന്നും വളരെ കുറവ് ഭൂരിപക്ഷത്തിലുണ്ടായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2014 UDFിലെ T സിദ്ദീഖുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് കാസർഗോഡ് മണ്ഡലത്തിൽ നടന്നതെന്ന് വേണം പറയാൻ. കാരണം ഭൂരിപക്ഷം 7,000 വോട്ടിൽ താഴെയായി ചുരുങ്ങി 6,900 വോട്ടുകൾക്ക് 7,000 വോട്ടുകൾക്ക് താഴെയായി ഭൂരിപക്ഷം കുറയുകയും ഈ ഒരു സാഹചര്യത്തിൽ മുതിർന്ന നേതാവിനെ തന്നെ, വിജയപ്രതീക്ഷയുള്ള സമുന്നതനായ നേതാവിനെ തന്നെ മത്സരിപ്പിക്കണമെന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെയും ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള, പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്നുമുള്ള ആവശ്യം. അങ്ങനെ പരിഗണിക്കുകയാണെങ്കിൽ കണ്ണൂരിൽ നിന്ന് MV ഗോവിന്ദൻ മാസ്റ്ററുടെയും കൂടാതെ P ജയരാജൻ്റെയും മുതിർന്ന നേതാവ് P ജയരാജൻ്റെയും പേരുകളും പരിഗണനയിലുണ്ട്. എന്നാൽ ജില്ലയിൽ നിന്നുള്ള ആവശ്യം, ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ആളെ വേണ്ടതില്ല എന്നുള്ളതായിരിക്കും ജില്ലയിലെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിന്നും ഉയർന്നു വരാൻ സാധ്യതയുള്ള നിർദ്ദേശം. അതുകൊണ്ട് തന്നെ പ്രഥമ പരിഗണനയിൽ പറയുന്ന പ്രകാരം അവിടെ കനത്ത മത്സരമുള്ള അവിടെ ഏറ്റവും പ്രഗത്ഭനായ സ്ഥാനാർത്ഥി തന്നെ വരണമെന്ന ആഗ്രഹം പാർട്ടിക്കകത്തുണ്ട് എന്നാണ്. അതിൽ തന്നെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി, നമ്മൾ നേരത്തെ പരാമർശിക്കപ്പെടാതെ പോയ ഒരു പേരാണ്, ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി ശ്രീ ബാലകൃഷ്ണൻ്റെ പേരും അവിടെ പരിഗണിക്കുന്നുണ്ട് എന്നതാണ്. P ജയരാജൻ്റെ പേര് കൂടി അഡീഷണലായി അന്തരീക്ഷത്തിൽ ചർച്ചയിലുണ്ട്. അതുകൂടി ഷബീർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുകയാണ്. ഇനി നമുക്ക് നോക്കാനുള്ള ഒരു മണ്ഡലം പാലക്കാട് ലോക്സഭാ മണ്ഡലമാണ്. പാലക്കാട് LDFിൻ്റെ സിറ്റിംഗ് മണ്ഡലമാണ്. MP രാജേഷ് തുടർച്ചയായി വിജയിച്ചു വരുന്ന മണ്ഡലമാണ്. അവിടെ ഇത്തവണ രാജേഷ് തന്നെ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. രാജേഷിനെ ഒരുപക്ഷെ മാറ്റി നിർത്തിയേക്കും, പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കുമെന്നടക്കമുള്ള ചർച്ചകൾ ഏറ്റവും സജീവമായ മണ്ഡലങ്ങളിൽ ഒന്നാണ്. അപ്പോൾ നമുക്കിനി നോക്കാനുള്ളത് പാലക്കാട് മണ്ഡലത്തിലെ സാധ്യതകളും ചർച്ചകളും എന്താണ് എന്നതാണ്. നമുക്ക് പാലക്കാടേക്ക് പോകുന്ന പാലക്കാടേക്ക് വരുന്നതിന് മുൻപ് ആലത്തൂർ മണ്ഡലത്തേക്കാണ് പോവേണ്ടത്. ആലത്തൂരിലെ ഈ സാഹചര്യം നമുക്കറിയാം. PK ബിജു ആണ് ആലത്തൂരിലെ MP. SFIയുടെ തീപ്പൊരി നേതാവായിരുന്ന PK ബിജു ഒന്നിലധികം തവണ അവിടെ മത്സരിച്ചു വിജയിച്ചു. അത് സംവരണ മണ്ഡലമാണ്. ബിജു പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി വളരെ ആക്റ്റീവായി പൊതുരംഗത്തുണ്ടായിരുന്നു എന്ന ചോദ്യം പ്രസക്തമായതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്തവണ ഉണ്ടാവില്ല മത്സരിക്കാൻ എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആലത്തൂരിൽ ബിജു മാറിയാൽ പകരമാര് എന്നതാണ്. CPMൻ്റെ സിറ്റിംഗ് സീറ്റാണ്. ഇടതുപക്ഷത്തിന് ഉയർച്ച വിജയപ്രതീക്ഷയുള്ള, കാസർഗോഡ് പോലെ തന്നെ വളരെ പ്രതീക്ഷയുള്ള, അവർക്ക് വിജയിക്കാമെന്ന് അവർ വളരെ യാഥാർത്ഥ്യബോധത്തോടെ വിശ്വസിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ആലത്തൂര്. അവിടെ സിറ്റിംഗ് MP ആയ PK ബിജു മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു, നേരത്തെ പറഞ്ഞതുപോലെ. അങ്ങനെ ഇരിക്കെ അവിടെ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ആരാണ് എന്നതാണ്. അതിലേറ്റവും സജീവമായി കേൾക്കുന്ന പേര് സംവരണ മണ്ഡലത്തിൽ K രാധാകൃഷ്ണൻ്റെ പേരാണ് ഏറ്റവും സജീവമായി പരിഗണനയിലുള്ളത്. മുൻ സ്പീക്കർ K രാധാകൃഷ്ണൻ, ചേലക്കരയിൽ പലതവണ MLA ആയ രാധാകൃഷ്ണൻ. അദ്ദേഹം പൊതുജനസമ്മതിയുടെ കാര്യത്തിൽ ഏറെ ഉയരത്തിൽ നിൽക്കുന്ന ഒരാളാണ്. പാർട്ടിക്കകത്തും വലിയ തോതിൽ സ്വീകാര്യനാണ്, പുറത്തും അദ്ദേഹം സ്വീകാര്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എളുപ്പം വിജയിക്കാൻ കഴിയുമെന്നതാണ്. അപ്പം അദ്ദേഹം ഇവരുടെ തന്നെ ഒരു സംഘടനയുടെ ദേശീയ പ്രസിഡന്റ് എന്ന നിലയിൽ കൂടി അദ്ദേഹം
ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് പ്രസക്തിയുണ്ട്. ദലിത് ശോഷൺ മുക്തി മഞ്ചിൻ്റെ ദേശീയ പ്രസിഡന്റാണ് അദ്ദേഹം. ആ നിലയ്ക്കാണ് അദ്ദേഹം CC-യിലും കേന്ദ്ര കമ്മിറ്റിയിലും മറ്റും വന്നത്. അങ്ങനെ അദ്ദേഹം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ആ നിലയ്ക്ക് കൂടി പ്രസക്തമാകുമെന്നാണ് CPIM വിചാരിക്കുന്നത്. അപ്പോൾ മണ്ഡലത്തിൽ വളരെ ജനകീയനാണെന്നുള്ള പ്രതിച്ഛായ അദ്ദേഹത്തിന് ഏറ്റവും ഗുണമായി മാറുമെന്നും അത് വിജയത്തിലേക്കുള്ള വഴി കൂടുതൽ എളുപ്പമാക്കുമെന്നുമാണ് CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വിശ്വസിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രസക്തമായി കേൾക്കുന്ന പേരുകളിലൊന്നും അദ്ദേഹത്തിലാണ്. മറ്റേതെങ്കിലും പേര് അത്രയധികം പ്രാധാന്യത്തോടെ അവിടെ നിന്ന് കേൾക്കുന്നുമില്ല. ആലത്തൂരെ സാഹചര്യം എന്താണെന്ന് പാലക്കാട് റിപ്പോർട്ടർ സാജിദ് സംസാരിക്കും, അത് നോക്കാം. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ കെ രാധാകൃഷ്ണനെയാണ് CPM പ്രധാനമായും പരിഗണിക്കുന്നത്. കെ രാധാകൃഷ്ണനെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് പാർലമെന്റിൽ എത്തുന്നത് ഇടതുപക്ഷത്തിന് മൊത്തത്തിൽ ഗുണകരമാകും എന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. കെ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിരവധി തവണ നിയമസഭയിലേക്ക് എത്തിയത് ചേലക്കരയിൽ നിന്നാണ്. ചേലക്കര എന്ന് പറയുന്നത് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗം കൂടിയാണ്. ആയതുകൊണ്ട് തന്നെ മുൻ മന്ത്രിയും പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി, മുൻ സ്പീക്കർ, നിരവധി തവണ MLA എന്നീ നിലകളിൽ അദ്ദേഹത്തിന് പാർലമെന്ററി രംഗത്ത് വലിയ തോതിലുള്ള പരിചയമുണ്ട്. തുടർന്ന് അദ്ദേഹം സംഘടനാ തലത്തിലും സജീവമായിരുന്നു. തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹത്തെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തത്. കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ അദ്ദേഹം പാർലമെന്റിൽ ഉണ്ടാകണം എന്നൊരു അഭിപ്രായമാണ് പൊതുവെ ഉള്ളത്. 2009 ആലത്തൂർ ലോക്സഭാ മണ്ഡലം നിലവിൽ വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലം ഇല്ലാതാകുകയും ആലത്തൂർ ലോക്സഭാ മണ്ഡലം നിലവിൽ വരികയും ചെയ്തു. അതിനുശേഷം SFIയുടെ നേതാവായിരുന്ന PK ബിജുവാണ് 2 തവണയും ആലത്തൂരിൽ നിന്ന് വിജയിച്ചത്. 2009 27,000-ഓളം വോട്ടിനാണ് അദ്ദേഹം വിജയിച്ചതെങ്കിൽ കഴിഞ്ഞ തവണ, അതായത് 2004 അദ്ദേഹം മത്സരിക്കുമ്പോൾ 37,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് വിജയിച്ചത്. എന്തായാലും ഇടതുപക്ഷത്തിന് വലിയ തോതിൽ ഒരു പരാജയ ഭീഷണി ഉള്ള ഒരു മണ്ഡലമല്ല ആലത്തൂർ എന്ന് നമുക്ക് വ്യക്തമായി പറയാം. പാലക്കാട് ജില്ലയിലെ ആലത്തൂർ, തരൂർ, നെമ്മാറ, ചിറ്റൂർ, അതുപോലെ തന്നെ തൃശൂർ ജില്ലയിലെ ചേലക്കര, വടക്കാഞ്ചേരി, കുന്നംകുളം എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങുന്നതാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം. ഇതിൽ ഇപ്പോൾ നിലവിൽ വടക്കാഞ്ചേരി മാത്രമാണ് UDF-നൊപ്പം നിൽക്കുന്ന UDF-ന്റെ MLA ഉള്ള മണ്ഡലം. ബാക്കി മുഴുവനും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നതാണ്. പ്രധാനമായും തരൂർ എന്ന് പറയുമ്പോൾ AK ബാലൻ വിജയിച്ച് മന്ത്രിയായ മണ്ഡലമാണ്. ചിറ്റൂർ എന്നത് ജനതാദളിൻ്റെ കൃഷ്ണൻകുട്ടിയും വിജയിച്ച് മന്ത്രിയായ ഒരു മണ്ഡലമാണ്. എന്തായാലും ഈ മണ്ഡലം, ആലത്തൂർ മണ്ഡലം എന്നത് വലിയ തോതിൽ ഇടതുപക്ഷം പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. അതുകൊണ്ട് തന്നെ ഒരു സീനിയർ നേതാവായ കെ രാധാകൃഷ്ണൻ്റെ പേരാണ് പ്രധാനമായും CPM പരിഗണിക്കുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ മറ്റൊരു പേര് ഉയർന്നു വരികയാണെങ്കിൽ ആ ഘട്ടത്തിൽ ഒരു യുവ നേതാവിൻ്റെ പേര് വരാനുള്ള രാധാകൃഷ്ണന്റെ പേരിനാണ് ഏറ്റവും അധികം പ്രാധാന്യം. അങ്ങനെയാണ് ചർച്ച നടക്കുന്നത്. അത് ഏതെങ്കിലും നിലയിൽ ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ മാത്രമായിരിക്കും മറ്റൊരാളുടെ പേര്, യുവ നേതാക്കളുടെയും മറ്റും പേര് പരിഗണിക്കുക എന്നാണ് സാജിദ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. നമുക്കിനി നോക്കേണ്ടത് കോഴിക്കോട് ലോക്സഭാ മണ്ഡലമാണ്. കോഴിക്കോട് UDF-ന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. നേരത്തെയുള്ള 2 മണ്ഡലങ്ങൾ നമ്മൾ പറയുന്നത് കാസർഗോഡും പാലക്കാടും ഈ UDF-ന്റെ സിറ്റിംഗ് മണ്ഡലങ്ങളായ LDF-ന്റെ സിറ്റിംഗ് മണ്ഡലമായിരുന്നെങ്കിൽ കോഴിക്കോട് പക്ഷേ ഇപ്പോൾ UDF-ന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. MK രാഘവൻ അവിടെ വലിയ വേരൂന്നി നിൽക്കുന്ന ഒരു സാഹചര്യം. അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. പക്ഷേ നല്ല ഒരു മത്സരം സാധ്യമാക്കിയാൽ അവിടെ വിജയിക്കാമെന്ന പ്രതീക്ഷ LDF-ന് ഇപ്പോഴും ബാക്കിയുണ്ട്. എന്നതുകൊണ്ടാണ് ആദ്യ തവണ MK രാഘവനെ തോൽപ്പിക്കുന്നത് ചെറിയ വോട്ടുകൾക്കായിരുന്നു മുഹമ്മദ് റിയാസ് എന്നതുകൊണ്ട് ഇത്തവണയും ആ സാഹചര്യം അവിടെ ബാക്കി നിൽക്കുന്നു എന്നത് വലിയ പ്രതീക്ഷയാണ് LDF-ന്. അപ്പോൾ അവിടെ അവരാരെയൊക്കെ സ്ഥാനാർത്ഥികളായി നിർത്താൻ സാധ്യതയുണ്ടെന്ന് പരിശോധിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ കേൾക്കുന്ന ചർച്ചകൾ അത് PA മുഹമ്മദ് റിയാസിൻ്റെ പേരിനാണ്. LDF-ലെ ഏറ്റവും മുൻതൂക്കമുള്ളത്. DYFIയുടെ ദേശീയ അധ്യക്ഷനാണ്. ആദ്യം MK രാഘവനെ നേരത്തെ മത്സരിച്ച ചരിത്രവും അദ്ദേഹത്തിനുണ്ട് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് കുറേ അധികം പോസിറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട് എന്നതാണ് CPIM-നെ PA മുഹമ്മദ് റിയാസിൻ്റെ പേരിൻ്റെ മുൻതൂക്കം നൽകാൻ പ്രേരിപ്പിക്കുന്ന കാര്യം. അത് കുടുംബപരമായുള്ള വേരുകൾ ഇവിടെ അദ്ദേഹത്തിനുണ്ട് എന്നത് ഗുണം ചെയ്യും എന്ന് CPM കണക്ക് കൂട്ടുന്നു. കാരണം റിയാസിന് വളരെ താഴെത്തട്ടിലുള്ള ആളുകളുമായി ബന്ധമുണ്ട്. കുടുംബപരമായി അദ്ദേഹത്തിന് ബന്ധുബലം എന്ന നിലയ്ക്ക് തന്നെ ഉണ്ട് കുറേ അധികം ബലം. ഒപ്പം തന്നെ സാമുദായികമായൊരു പരിഗണന ആ നിലയ്ക്ക് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷ കൂടി വെച്ച് പുലർത്തുന്നു CPM അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ. ഇനിയിപ്പോൾ മുഹമ്മദ് റിയാസിൻ്റെ പേര് പരിഗണിക്കാൻ കഴിയാത്ത ഒരു നിലയുണ്ട് എങ്കിൽ പ്രദീപ് കുമാറിൻ്റെ പേര് പാർട്ടി കേന്ദ്രങ്ങളിൽ സജീവ ചർച്ചയാണ്. പ്രദീപ് കുമാർ നമുക്കറിയാം MLA ആണ് അദ്ദേഹം.
തുടർച്ചയായി വിജയിച്ചു വരുന്ന MLA ആണ്. അദ്ദേഹത്തിന് വലിയ തോതിലുള്ള ഗ്രൗണ്ട് അവിടെയുണ്ട്. എല്ലാ വിഭാഗം ആളുകളുടെയും ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ അടക്കം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് ഏതാണ്ട് എല്ലാ വിഭാഗം ആളുകളിൽ നിന്നുള്ള പിന്തുണ ഉറപ്പാക്കാൻ കഴിഞ്ഞ ഒരു MLA ആണ് അദ്ദേഹം. പ്രദീപ് കുമാർ ഒരുപക്ഷെ മികച്ച ഒരു മത്സരം സാധ്യമാക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് പാർട്ടി. അപ്പോൾ പ്രദീപ് കുമാറിൻ്റെ പേരും സജീവമായ ചർച്ചയായി അവിടെ ഉണ്ട്. പക്ഷേ പ്രദീപ് കുമാറിന് ഈ അദ്ദേഹം നഗര വോട്ടർമാർക്കിടയിൽ ഏറെ പ്രിയങ്കരനായ ഒരു നേതാവ് കൂടിയാണ്. അത് ഗുണമാകുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ പ്രദീപ് കുമാറിന് കേരള രാഷ്ട്രീയത്തിൽ, സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണ് അദ്ദേഹം. അതുകൊണ്ട് പൂർണ്ണമായും അതിനോട് യോജിക്കുമോ എന്നറിയില്ല എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പറയുന്ന ഒരു കാര്യം. സംസ്ഥാന രാഷ്ട്രീയം വിടാൻ പ്രദീപ് കുമാറിന് താല്പര്യക്കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രദീപ് കുമാർ അദ്ദേഹത്തിൻ്റെ കൂടി സമ്മതത്തോടു കൂടി സ്ഥാനാർത്ഥിയിലേക്ക് വരുമോ എന്ന കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഒപ്പം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ അതിൽ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ അന്തരീക്ഷത്തിലുള്ളൊരു പ്രധാനപ്പെട്ട കേൾക്കുന്ന ചർച്ച CPIM വളരെ പ്രതാപികളായ പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെ ഏതാണ്ട് മിക്കവാറും മണ്ഡലങ്ങളിൽ പോസ്റ്റ് ചെയ്യാൻ സ്ഥാനാർത്ഥികളാക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിലും വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരെങ്കിലും ജില്ലയ്ക്ക് പുറത്തു നിന്ന് കോഴിക്കോട് മത്സരിച്ചാലും അത്ഭുതപ്പെടാനില്ല. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന പേരുകളിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള പേര് DYFI പ്രസിഡന്റ് PA മുഹമ്മദ് റിയാസിൻ്റെ പേരാണ്. അതല്ലെങ്കിൽ പ്രദീപ് കുമാറിനെ ഇവിടെ മത്സരിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവരും ആ നിലയ്ക്ക് ചർച്ച കൊണ്ടുപോകുന്നവരുമുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ പുറമേ നിന്ന് കുറച്ചുകൂടി മുതിർന്ന ഒരു നേതാവ് എന്ന് മത്സരിച്ചാലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് KR സാജു, കോഴിക്കോട് ബ്യൂറോ ചീഫ്. എന്താണ് ഈ കാര്യത്തിൽ പറയുന്നത് കേൾക്കാമിനി. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ പോരാട്ടം LDFനെ സംബന്ധിച്ച് ഇത്തവണ അഭിമാന പോരാട്ടമാണ്. ശക്തി കേന്ദ്രമായ കോഴിക്കോട് കഴിഞ്ഞ 2 തവണയായി LDFന് ഒപ്പമില്ല. ഏതുവിധേനയും തിരിച്ചുപിടിക്കണം. അതിനായി കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് LDF ക്യാമ്പിലെ ആലോചന. DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് PA മുഹമ്മദ് റിയാസിൻ്റെ പേരാണ് CPM നേതൃത്വം പ്രധാനമായും ആദ്യ പരിഗണന നൽകുന്നത്. മണ്ഡലത്തിലെ സാമുദായിക സമവാക്യങ്ങൾ റിയാസിന് അനുകൂലമാണ്. ഒപ്പം കുടുംബപരമായ വേരുകളും റിയാസിലേക്ക് എത്താൻ CPM നേതൃത്വത്തെ പ്രേരിപ്പിക്കുന്നു. ഇതിനു പുറമെ പ്രദീപ് കുമാർ MLAക്ക് കോഴിക്കോട് നഗരത്തിലുള്ള പ്രതിച്ഛായ അതിനെയും ഉപയോഗപ്പെടുത്തണമെന്ന അഭിപ്രായം CPM നേതൃത്വത്തിൽ തന്നെയുണ്ട്. അതിനാൽ പ്രദീപിൻ്റെ പേരും രണ്ടാമത്തെ പേരായി പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ജയിച്ചു കഴിഞ്ഞാൽ MLA സ്ഥാനം ഒഴിയുന്നതടക്കമുള്ള കാര്യങ്ങൾ വേണ്ടിവരുമെന്നതിനാൽ അതിന് ആദ്യ പരിഗണന നൽകേണ്ടതില്ലെന്നാണ് നേതൃത്വത്തിലുള്ള പൊതുവായ ധാരണ. ഈ 2 പേരും അല്ലെങ്കിൽ മാത്രമായിരിക്കും മണ്ഡലത്തിനും പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥികൾ എത്തുക. കഴിഞ്ഞ തവണ മുതിർന്ന നേതാവായ വിജയരാഘവൻ എത്തിയതുപോലെ അത്തരത്തിൽ മറ്റു പ്രമുഖർ എത്താനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. കഴിഞ്ഞ 2 തവണയും MK രാഘവന് മുന്നിൽ LDF അടിപതറുമ്പോൾ ഒപ്പമില്ലായിരുന്ന ഒരു ഘടകം ഇത്തവണ അവർക്ക് അനുകൂലമായി എത്തുന്നുണ്ട് തിരികെ. അത് വീരേന്ദ്രകുമാറും കൂട്ടരാണ്. പക്ഷേ വടകര അല്ലെങ്കിൽ കോഴിക്കോട് മണ്ഡലം വേണമെന്നുള്ള വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിയുടെ ലോക് താന്ത്രിക് ജനതാദളിൻ്റെ ആവശ്യവും ഇടതുമുന്നണി നേതൃത്വത്തിന് മുന്നിൽ നിൽക്കുന്നു എന്നത് സാഹചര്യം കൂടി മനസ്സിലാക്കണം. എന്നാൽ CPM മണ്ഡലം വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും അവസാനം DYFI നേതാവ് PA മുഹമ്മദ് റിയാസിലേക്ക് എത്തുമെന്നാണ് സൂചനകൾ. ആദ്യ തവണ MK രാഘവനുമായി ഏറ്റുമുട്ടുമ്പോൾ വളരെ കുറഞ്ഞ വോട്ടുകൾക്കായിരുന്നു റിയാസ് പരാജയപ്പെട്ടത്. എന്നാൽ അതിൽ നിന്നും PA മുഹമ്മദ് റിയാസ് ഏറെ വളർച്ച നേടിയിരിക്കുന്നു എന്നാണ് സാജു പറയുന്നത്. പൊതുവായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അവിടെ PA മുഹമ്മദ് റിയാസ് തന്നെ സ്ഥാനാർത്ഥിയായി വരും. അതിനപ്പുറത്തേക്കുള്ള ഒരു ആലോചന ഗൗരവതരമായും പോവാൻ സാധ്യതയില്ല എന്നാണ്. ഇപ്പോൾ നഗര വോട്ടർമാർക്കിടയിൽ പ്രിയങ്കരനായ പ്രദീപ് കുമാറിനെ മത്സരിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കൂടി റിയാസ് മികവുറ്റ ഒരു മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട്. ചെറിയ വോട്ടുകൾക്കാണ് നേരത്തെ MK രാഘവനോട് തോറ്റത്. ഇപ്പോൾ റിയാസ് കുറച്ചുകൂടി ജനപ്രീതി കൈവരിച്ചിട്ടുണ്ട്. ആദ്യത്തെ റിയാസ് അല്ല ഇപ്പോഴത്തെ റിയാസ് എന്നത്. ഒപ്പം വളരെ അഭിമാനകരമായ ഒരു സാഹചര്യം സംസ്ഥാന സർക്കാരിനൊക്കെ ഉണ്ട് എന്നവർ വിചാരിക്കുന്ന ഒരു ഘട്ടത്തിൽ പരമാവധി പോരാട്ടം നടത്താൻ കഴിയുമെന്നാണ് അവരുടെ പ്രതീക്ഷ. നേരത്തെ പറഞ്ഞ ഒരു വടകരയുടെ കാര്യം പറഞ്ഞു. നമുക്ക് നോക്കേണ്ട ഒരു സീറ്റ് വടകരയാണ്. വടകരയിൽ നേരത്തെ പറഞ്ഞതുപോലെ UDFൻ്റെ സിറ്റിംഗ് സീറ്റുകളിലൊന്നാണ്. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് അവിടുത്തെ ഇപ്പോഴത്തെ MP. പക്ഷേ മുല്ലപ്പള്ളി KPCC പ്രസിഡന്റ് ആയതോടെ മത്സരിക്കാൻ തന്നെയില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. മത്സരിക്കാൻ മുല്ലപ്പള്ളി ഇല്ല എന്ന് വ്യക്തമാക്കുമ്പോൾ മുല്ലപ്പള്ളി ഏറ്റവും ശക്തനായ മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ അവതരിപ്പിക്കാൻ UDF ആഗ്രഹിക്കുന്നുമുണ്ട്. പാതി സ്ഥാനാർത്ഥി താനായിരിക്കും ആര് മത്സരിച്ചാലും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്രത്തോളം അഭിമാന പ്രശ്നമാണ് അവർക്ക് ഇത്. അപ്പോൾ LDFന് പക്ഷേ ഇത്തവണ തികഞ്ഞ വിജയപ്രതീക്ഷ അവിടെയുണ്ട്. അതിന് വിവിധങ്ങളായ കാരണങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ വരാം.
സാഹചര്യം പലതരത്തിൽ അനുകൂലമാണെന്നാണ് മുന്നണിയുടെ വിലയിരുത്തൽ. നേരത്തെ പറഞ്ഞതുപോലെ പലതരം കാരണങ്ങൾ ആ കാര്യത്തിലുണ്ട് വടകരയിൽ വിജയിക്കുന്നതിന്. അതിലൊരു കാരണം എന്ന് പറയുന്നത് ലോക് താന്ത്രിക് ജനതാദൾ എന്ന് പറയുന്ന പാർട്ടി തിരിച്ചു വന്നു എന്നതാണ്. ഒപ്പം TP കേസ് ഒതുങ്ങിയതും വീരൻ തിരികെ വന്നതും വലിയ പ്രതീക്ഷ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് രണ്ട് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതാണ്. കാരണം TP ചന്ദ്രശേഖരൻ കേസ് വലിയ ഒരു രാഷ്ട്രീയ പ്രശ്നമായി നിലനിന്ന മേഖലയാണ് വടകര. അതുണ്ടായിരുന്ന ഘട്ടത്തിൽ പോലും വലിയ ഭൂരിപക്ഷത്തിൽ മുല്ലപ്പള്ളിക്ക് അവസാനം വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇത്തവണ അത് തീരെയുമില്ല. അതൊരു രാഷ്ട്രീയ വിഷയവുമല്ല, അതൊരു തെരഞ്ഞെടുപ്പ് അജണ്ടയും ആയിരിക്കാൻ സാധ്യതയില്ല എന്നതുകൊണ്ട് തന്നെ CPIM-ന് ഒരു പടി കൂടി മുന്നിലേക്ക് കടക്കാൻ കഴിയും. ഒപ്പം തന്നെ വീരേന്ദ്രകുമാറിൻ്റെ ലോക് താന്ത്രിക് പാർട്ടി അവരുടെ ആ പാർട്ടിക്ക് ഒരു കുറച്ചൊക്കെ വേദികളുള്ള ഒരു പ്രദേശം നിലയ്ക്ക് അവരൊപ്പം വന്നു എന്നതും ഒരു പോസിറ്റീവ് ഫാക്ടറാണ്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് വെക്കുമ്പോൾ വടകരയിൽ മെച്ചപ്പെട്ട മത്സരം ഉണ്ടാക്കാനും വിജയിക്കാനും കഴിയുമെന്ന് ഇടതുപക്ഷം കരുതുകയാണ്. PA മുഹമ്മദ് റിയാസിൻ്റെ പേര് ഇവിടെയും കേൾക്കുന്നുണ്ട്. കോഴിക്കോട് മത്സരിക്കുന്നില്ല എങ്കിൽ, നേരത്തെ സാജു പറഞ്ഞ പോലെ പുറമേ നിന്നുള്ള ആരാളെങ്കിലും വന്ന് കോഴിക്കോട് മത്സരിക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവിടുത്തെ MLA ആയ പ്രദീപ് കുമാർ മത്സരിക്കുകയാണെങ്കിൽ PA മുഹമ്മദ് റിയാസ് വടകരയിൽ പരിഗണിക്കപ്പെട്ടേക്കും എന്ന് കേൾക്കുന്നു. അപ്പം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് P. സതീദേവി അവിടെ മത്സരിച്ചേക്കും എന്ന ഒരു പ്രചരണമുണ്ട്. ആ തരത്തിലുള്ള ആലോചനകൾ ഉണ്ട്. അപ്പോൾ PA മുഹമ്മദ് റിയാസിൻ്റെയും സതീദേവിയുടെയും പേരുകളാണ് ഏറ്റവും പ്രധാന പേരുകളായി വടകരയിൽ കേൾക്കുന്നത്. അപ്പം പക്ഷേ ഇത് പറയുമ്പോഴും ലോക് താന്ത്രിക് ജനതാദളിന് അവിടെ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഈ മുന്നണിയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമുള്ള സാഹചര്യമാണ്. വടകരയിൽ അവർക്കൊരു ക്ലെയിമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് CPIM-മായി ആലോചിക്കുകയും CPM അക്കാര്യത്തിൽ ഒരു ചർച്ച ചെയ്ത് തീരുമാനം അറിയിക്കാമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ പ്രകാരം CPM ആ സീറ്റ് വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നറിയില്ല. അതിനുള്ള സാധ്യത വളരെ കുറവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള മുതിർന്ന നേതാക്കളുടെ പേരുകളും CPM-ലേക്ക് വരുമ്പോൾ ചർച്ചയ്ക്കകത്തുണ്ട് എന്നതാണ്. P. സതീദേവിയും റിയാസും അല്ലെങ്കിൽ വേറെ ചില നേതാക്കളും. നേരത്തെ പറഞ്ഞ എല്ലാ മണ്ഡലങ്ങളിലും ഏതെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുകൾ കൂടി പരിഗണനയിലുണ്ട് എന്നാണ്. ഷിത ജഗത്ത് വടകരയിൽ നിന്ന് ഉള്ള സാഹചര്യം, LDF-ന്റെ പരിഗണനാ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയും, അത് കേൾക്കാം. വടകരയുടെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം നോക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം കാലവും LDF-നൊപ്പം നിലനിന്ന മണ്ഡലമാണ് വടകര. മണ്ഡലത്തിൻ്റെ രൂപീകരണം മുതൽ സോഷ്യലിസ്റ്റ് പാർട്ടികൾക്കൊപ്പം പിന്നീട് LDF ഇടതുമുന്നണിക്കൊപ്പം നിന്ന മണ്ഡലം. ആ മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ട് തവണയായിട്ട്, അതായത് ഒരു പതിറ്റാണ്ട് മുൻപാണ് മണ്ഡലം LDF-ന് കൈവിട്ടു പോയത്, 2009 തെരഞ്ഞെടുപ്പിൽ. അതിന് തൊട്ട് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിലാകട്ടെ റെക്കോർഡ് ഭൂരിപക്ഷവുമായി, സംസ്ഥാനത്ത് ആകെയുള്ള റെക്കോർഡ് ഭൂരിപക്ഷമായിരുന്നു LDF-ന് കിട്ടിയിരുന്നത്. അടുത്ത വർഷം 2009 തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും ആ ഭൂരിപക്ഷം എല്ലാം മറികടന്ന് തോൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. ഇത്തവണ എന്നാൽ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് LDF-ന് മുന്നിലുള്ളത്. LDF-ന് നോക്കുകയാണെങ്കിൽ പല ഘടകങ്ങൾ LDF-ന് അനുകൂലമായി ഇത്തവണ വടകര മണ്ഡലത്തിലുണ്ട് എന്ന് പറയാം. അതിൽ ഒന്ന് ലോക് താന്ത്രിക് ജനതാദളിൻ്റെ മടങ്ങി വരവാണ്. കഴിഞ്ഞ തവണ ലോക് താന്ത്രിക് ജനതാദൾ LDF-നൊപ്പം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു തിരിച്ചടിയാണ് LDF-ന് നേരിട്ടത് എന്നായിരുന്നു LDF തന്നെ, ഇടതുമുന്നണിയിൽ നിന്ന് തന്നെ ഉയർന്ന അഭിപ്രായം. തൊട്ടു മുൻപത്തെ വർഷമായിട്ട് 2009 തെരഞ്ഞെടുപ്പിലാകട്ടെ RMP രൂപീകരണം ഉൾപ്പെടെ CPM-ലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇത്തവണ അതെല്ലാം മാറി ഒരു അനുകൂല ഘടകം വടകരയിൽ ഉണ്ടെന്നുള്ളൊരു കണക്കുകൂട്ടലാണ് LDF ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഈസി വാക്ക് ഓവർ അവർ വടകരയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനൊത്തൊരു സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഇത്തവണ LDF ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കേൾക്കുന്ന പേരുകൾ എന്ന് പറയുന്നത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ P. സതീദേവിയുടെ പേരാണ്. സതീദേവി ആയിരുന്നു ആദ്യം 2009 മുല്ലപ്പള്ളി രാമചന്ദ്രനോട് 56,000 വോട്ടുകൾക്ക് സതീദേവി തോറ്റിരുന്നു. ഇത്തവണ പക്ഷേ സതീദേവി തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ളതാണ് പൊതുവെ കേൾക്കുന്ന ഒരു സംസാരം എന്നുള്ളത്. ഒപ്പം തന്നെ മറ്റു പല പേരുകൾ കൂടെ പരിഗണനയിലുണ്ട്. മുഹമ്മദ് റിയാസിൻ്റെ പേരാണ് അതിൽ ഒന്ന്. മുഹമ്മദ് റിയാസ് കോഴിക്കോട് മത്സരിക്കാനുള്ളൊരു പരിഗണനയിൽ പോലും മുഹമ്മദ് റിയാസിൻ്റെ പേരുണ്ട്. ഇല്ലെങ്കിൽ കോഴിക്കോട് റിയാസ് മത്സരിച്ചില്ലെങ്കിൽ വടകരയിൽ റിയാസിന് സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ടു. ഒപ്പം തന്നെ കണ്ണൂരിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളുടെ സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. MV ഗോവിന്ദനും ഒപ്പം SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയായിരുന്ന ശിവദാസൻ്റെ പേരും കൂടെ പരിഗണനയിലുണ്ട്. പക്ഷേ കണ്ണൂരിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ ഇത്തവണ വേണ്ട എന്നുള്ളതാണ് വടകരയിലെ CPM-ന്റെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായം. അതുകൊണ്ട് തന്നെ വടകരയിൽ തന്നെയുള്ള അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള ഒരാളായിരിക്കും സ്ഥാനാർത്ഥി. ഒപ്പം തന്നെ ലോക് താന്ത്രിക് ജനതാദൾ അവരുടെ സീറ്റ് മണ്ഡലം അവർക്ക് വേണമെന്നുള്ള സീറ്റുകളിൽ ഒന്നായിട്ട് ഉന്നയിക്കുന്നത് വടകരയാണ്. പക്ഷേ ഇത്തവണ അത് LDF-ൽ ചർച്ച ചെയ്താൽ പോലും ഇത്തവണ CPM തന്നെ ആയിരിക്കാനാണ്, CPM-ന്റെ സ്ഥാനാർത്ഥി തന്നെ വടകരയിൽ മത്സരിക്കാനുള്ള സാധ്യതയാണ് ഷിത ചൂണ്ടിക്കാണിക്കുന്നത്. P. സതീദേവിയുടെ പേര്, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി P. സതീദേവിയോ അതുമല്ലെങ്കിൽ PA മുഹമ്മദ് റിയാസിൻ്റെ പേരുകൾക്കവിടെ പ്രാമുഖ്യമുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾ ഇത്തവണ വടകരയിൽ മത്സരിക്കേണ്ടതില്ല എന്ന പൊതു അഭിപ്രായം രൂപപ്പെട്ട് വന്നിട്ടുണ്ട് എന്നാണ്.
ജനതാദളിന്, ലോക് താന്ത്രിക് ജനതാദളിന് തൽക്കാലം അവിടെ പ്രതീക്ഷ വേണ്ട എന്നാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കി നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. കേരളത്തിൽ പൊതുതെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആരാകുമെന്ന് പരിശോധിക്കുകയായിരുന്നു നമ്മൾ ആദ്യം കാസർഗോഡ് പരിശോധിച്ചു, പിന്നീട് വടകരയും കോഴിക്കോടും ആലത്തൂരും പരിശോധിച്ചു. ഇനി പോകാനുള്ളത് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലേക്കാണ്. ചാലക്കുടിയുടെ സാഹചര്യം എന്താണെന്ന് നോക്കാം. ചാലക്കുടി LDFിൻ്റെ ഇപ്പോഴത്തെ സിറ്റിംഗ് മണ്ഡലമാണ്. പക്ഷേ LDFിന് അത്രമേൽ വലിയ ശുഭപ്രതീക്ഷ അവിടെ ഇപ്പോഴും ബാക്കിയുണ്ടോ എന്നറിയില്ല. LDFിൻ്റെ സിറ്റിംഗ് മണ്ഡലമാണ്. നടൻ ഇന്നസെൻ്റ് ആണ് നിലവിലെ അവിടുത്തെ MP. പക്ഷേ ഇന്നസെൻ്റ് ഇനി മത്സരിക്കാനില്ല എന്ന കാര്യം ഏതാണ്ട് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മത്സരിക്കാനില്ല എന്ന ചർച്ച വന്നതോടുകൂടി ഈ പകരമാര് എന്ന ആലോചനകളും ചർച്ചകളും കൂടുതൽ സജീവമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. അതിൽ തന്നെ കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടവർ CPIMൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി P. രാജീവിൻ്റെ പേര്. P. രാജീവിൻ്റെ പേരിനാണ് ഏറെ മുൻതൂക്കമുള്ളത്. അവിടെ P. രാജീവ് സ്ഥാനാർത്ഥിയായി വരണമെന്നും അദ്ദേഹത്തിന് പാർലമെൻ്ററി രംഗത്തുള്ള പരിചയം, ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് മണ്ഡലത്തിലെമ്പാടുമുള്ള സ്വാധീനം എന്നിവ ഗുണപ്പെടുമെന്ന് പാർട്ടി വിചാരിക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു പേര് കേൾക്കുന്നത് മുൻ പെരുമ്പാവൂർ MLA സാജു പോളിൻ്റെ പേരാണ്. സാജു പോളിൻ്റെ പേരും പരിഗണിക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന ആളാണ്. അദ്ദേഹം അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കപ്പെടണം എന്ന ആഗ്രഹം പാർട്ടിക്കകത്തുണ്ട്. അദ്ദേഹവും പൊതുവെ ജനകീയനായ ഒരാളെന്ന നിലയ്ക്ക് ഗുണപ്പെടുമെന്നാണ് പാർട്ടിയുടെ വിചാരം. നടൻ മമ്മൂട്ടിയുടെ അടക്കമുള്ള പേരുകൾ ഇതുമായി ബന്ധപ്പെട്ടവിടെ കേൾക്കുന്നുണ്ട്. പക്ഷേ അത്രത്തോളം അത് യാഥാർത്ഥ്യബോധമുള്ളതാണ് എന്നറിയില്ല. പക്ഷെ അതുകൂടി പറഞ്ഞു പോവുകയാണ്, അന്തരീക്ഷത്തിലുള്ള പേരുകളുണ്ട് എന്നതുകൊണ്ട് തന്നെ. UDF സ്ഥാനാർത്ഥി ആരാണ് എന്നതും ഇടതുപക്ഷത്തെ അവിടെ സ്വാധീനിക്കുന്ന ഘടകമായിരിക്കും. കാരണം UDFന് അവിടെ കഴിഞ്ഞ തവണ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. KP ധനപാലൻ അവിടുത്തെ MP ആയിരുന്നു. KP ധനപാലിൻ്റെ ഇഷ്ടക്കേടോടുകൂടി അദ്ദേഹത്തെ തൃശ്ശൂരിലേക്ക് മാറ്റുകയും അവിടുന്ന് PC ചാക്കോ എന്ന ഒരു ഷുവർ സീറ്റ് എന്ന പേരിൽ ചാലക്കുടിയിൽ മത്സരിക്കുകയും ചെയ്തു. പക്ഷേ PC ചാക്കോയ്ക്ക് അവിടെ ജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അതുകൊണ്ട് UDFിൻ്റെ പ്രതീക്ഷകൾ അസ്തമിക്കുന്നില്ല. അവിടെ മിച്ചപ്പെട്ട സ്ഥാനാർത്ഥി നിർത്തി വിജയിക്കാൻ കഴിയുമെന്ന ആഗ്രഹം ഇപ്പോഴും, പ്രതീക്ഷ ഇപ്പോഴും UDFിനുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ മത്സരത്തിന് തന്നെയായിരിക്കും ഇടതുപക്ഷവും തയ്യാറെടുക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ചാലക്കുടിയിലെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന കാര്യത്തിൽ തൃശ്ശൂർ ബ്യൂറോ എന്ന് പറയുന്നത് നോക്കാം. ജയേഷ്, ഞങ്ങളുടെ ബ്യൂറോ ചീഫ്, സംസാരിക്കുന്നു. കളമറിഞ്ഞു കളിച്ചാൽ ഇത്തവണയും ചാലക്കുടി മണ്ഡലം പിടിക്കാനാവുമെന്ന പ്രതീക്ഷയാണ് ഇടതു മുന്നണിക്കുള്ളത്. പുതുമുഖങ്ങളെയാണ് പ്രധാനമായും CPM ചാലക്കുടി മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. സിറ്റിംഗ് MP കഴിഞ്ഞ തവണ അഭിമാന പോരാട്ടത്തിൽ ചാലക്കുടി മണ്ഡലം LDFിന് വേണ്ടി പിടിച്ചെടുത്ത ഇന്നസെൻ്റ് ഇത്തവണ മത്സര രംഗത്ത് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നസെൻ്റ് തന്നെ ഇക്കാര്യം പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇന്നസെൻ്റ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ആരോഗ്യസ്ഥിതി അനുവദിക്കുന്നില്ല, മരിക്കുന്നത് വരെ MP ആകുക എന്നുള്ളത് ശരിയല്ല, അതുകൊണ്ട് തന്നെ തൻ്റെ ആരോഗ്യസ്ഥിതി അനുവദിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ മത്സരരംഗത്ത് ഇത്തവണ ഇല്ല എന്നുള്ള കാര്യം ഇന്നസെൻ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തന്നെ ഇന്നസെൻ്റിൽ വീണ്ടും CPMൻ്റെ സമ്മർദ്ദം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രധാനമായും CPM പരിഗണിക്കുന്നത് P. രാജീവ്, അതുപോലെ തന്നെ പെരുമ്പാവൂർ മുൻ MLA സാജു പോൾ, അതുപോലെ തന്നെ ചലച്ചിത്ര താരം മമ്മൂട്ടി തുടങ്ങിയവരുടെ പേരുകളാണ്. P. രാജീവിൻ്റെ മികച്ച പ്രതിച്ഛായ തന്നെയാണ് CPMനെ ഈ മണ്ഡലത്തിലേക്ക് P. രാജീവിനെ പരിഗണിക്കാൻ അല്ലെങ്കിൽ പരിഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്ന ഘടകം. നിലവിലുള്ള സാഹചര്യത്തിൽ രാഷ്ട്രീയ സാഹചര്യം, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ തൃശ്ശൂരിലെ ചാലക്കുടി മണ്ഡലത്തിൽ ഉൾപ്പെട്ട കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, അതുപോലെ ചാലക്കുടി മണ്ഡലത്തിൽ മാത്രം ഏകദേശം 60,000-ഓളം വോട്ടിന് 70,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇടതുമുന്നണിക്ക് ഈ 3 മണ്ഡലങ്ങളിലുണ്ട്. മറുഭാഗത്ത് 4 മണ്ഡലങ്ങളും, എറണാകുളം ജില്ലയിലെ 4 മണ്ഡലങ്ങളും, ചാലക്കുടി മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 4 മണ്ഡലങ്ങൾ പെരുമ്പാവൂർ, അതുപോലെ തന്നെ ആലുവ, അങ്കമാലി, കുന്നത്തുനാട്, ഈ 4 മണ്ഡലങ്ങളിലും UDF ആണ് വിജയിച്ചെങ്കിൽ പോലും അത് വലിയൊരു മാർജിൻ, തൃശ്ശൂർ ജില്ലയിലെ 3 മണ്ഡലങ്ങളുടെ ഭൂരിപക്ഷവും തട്ടിച്ചു നോക്കിയാൽ വലിയൊരു വ്യത്യാസം ഇടതിന് അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കാലാവസ്ഥ അനുകൂലമാണ് എന്നുള്ളൊരു വിലയിരുത്തൽ ഇടതുമുന്നണിക്കുണ്ട്. അതോടൊപ്പം തന്നെ സഭാ തർക്കമാണ് ഇടതുമുന്നണി ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റായി കാണുന്നത്. ഓർത്തഡോക്സ് യാക്കോബായ തർക്കങ്ങളിൽ യാക്കോബായ സഭ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കും, അല്ലെങ്കിൽ സർക്കാർ നിലപാട് സഭയ്ക്ക് ഒരു വിധത്തിൽ അനുകൂലമാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ യാക്കോബായ സഭയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ യാക്കോബായ സഭ ഈ മണ്ഡലത്തിൽ നിർണായകമാണ്. അവരുടെ വോട്ടുകൾ ഒരു 70% ക്യാൻവാസ് ചെയ്യാൻ സാധിച്ചാൽ ഇത്തവണ ചാലക്കുടി വീണ്ടും വിജയിക്കാമെന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് ഇടതുമുന്നണിക്കുള്ളത്. യാക്കോബായ സഭാ വിഭാഗം പ്രതിനിധി കൂടിയായ പെരുമ്പാവൂർ മുൻ MLA സാജു പോളിനെ മണ്ഡലത്തിലേക്ക് പരിഗണിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. ഈ തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള സാമൂഹിക ഘടനകൾ പരിശോധിച്ചുകൊണ്ടാണ് അവിടെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ പോകുന്നത്. കാരണം ആഞ്ഞു പിടിച്ചാൽ അവിടെ വീണ്ടും വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ CPMനുണ്ട്, ഇടതുപക്ഷത്തിനുണ്ട് എന്നാണ്. നമുക്കിനി പോകേണ്ടത് ആലപ്പുഴ.
ലോക്സഭാ മണ്ഡലത്തിൽ. ആലപ്പുഴ UDFന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. KC വേണുഗോപാൽ ഇപ്പോൾ കോൺഗ്രസിൽ ദേശീയ രാഷ്ട്രീയത്തിൽ അതിപ്രതാപിയായ KC വേണുഗോപാൽ MP ആയിരിക്കുന്ന മണ്ഡലമാണ് ആലപ്പുഴ. പക്ഷേ ആലപ്പുഴ UDFന്റെ സിറ്റിംഗ് മണ്ഡലമാണെങ്കിൽ കൂടി അവിടെ മികച്ച സ്ഥാനാർത്ഥി അവതരിപ്പിച്ചാൽ അവിടെ വിജയിക്കാനാകുമെന്ന കണക്കൂട്ടലുണ്ട്. അവിടുത്തെ ഒരു ആളുകളുടെ ആ മണ്ഡലത്തിലെ സ്വഭാവം അനുസരിച്ച് ആ നിലയ്ക്കുള്ള വലിയ പ്രതീക്ഷ ഇടതുപക്ഷം വെച്ചു പുലർത്തുന്നുണ്ട്. അപ്പോൾ അവിടെ മികച്ച സ്ഥാനാർത്ഥി അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ഒന്നാമത്തെ പേര് TM തോമസ് ഐസക്കാണ്. ധനമന്ത്രി ഐസക്കിൻ്റെ പേരാണ് കേൾക്കുന്നത്. MA ബേബി അടക്കമുള്ളവരുടെ പേരും പരിഗണനയിലുണ്ട് എന്നവർക്ക്. കഴിഞ്ഞ തവണ അദ്ദേഹം കൊല്ലത്ത് പരാജയപ്പെട്ട MA ബേബി ഇത്തവണ ഇവിടെ പരിഗണിക്കപ്പെടുന്ന പേരുകളിലൊന്നാണ്. MA ബേബി ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമാണ്. ദേശീയ നേതൃത്വത്തിലാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹമുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പേരിന് കൂടുതൽ സജീവത കൈവരുകയും ചെയ്യും. ഏതായാലും തോമസ് ഐസക്കിൻ്റെ പേരിനാണ് ഏറ്റവും അധികം പ്രാധാന്യമുള്ളത്. പിന്നെ കേൾക്കുന്നത് ബേബി. ഐസക്കും സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പാർട്ടിക്കകത്തും അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ LDFന് ഒപ്പം ചിന്തിക്കുന്നവരുടെയും ഒരു പ്രധാനപ്പെട്ട ആഗ്രഹവും അതുതന്നെയാണ്. MA ബേബിയുടെ പേരും CS സുജാതയുടെ പേരും കൂടി നേരത്തെ പറഞ്ഞത് കൂടെ CS സുജാതയുടെ പേര് കൂടി അവിടെ സജീവമായി കേൾക്കുന്നുമുണ്ട്. അതിലും ആലപ്പുഴയിൽ വിജയിക്കാൻ വലിയൊരു മികച്ച സ്ഥാനാർത്ഥി നിർത്തി വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ പേര് തന്നെയാണ് CPMൻ്റെ പരിഗണനാ പട്ടികയിലുള്ളത്. അരൂർ ഇപ്പോൾ MLA ആയിട്ടുള്ള AM ആരിഫിൻ്റെ പേര് കൂടി അവിടെ കേൾക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം സജീവമായ ഒന്നാണ്, എത്രത്തോളം സാധ്യമാകുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ അറിയില്ല. ഏതായാലും ആലപ്പുഴ ലോക്സഭാ മണ്ഡലം തിരികെ പിടിച്ചെടുക്കാമെന്ന പ്രതീക്ഷയിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളുടെ പേരുകൾ തന്നെയാണ് CPM ആലോചിക്കുന്നത്. ഇനിയിപ്പോൾ വേണ്ടത് കൊല്ലം ജില്ലയിലേക്കാണ്. കൊല്ലം ജില്ലയുടെ സാഹചര്യം നോക്കാം. NK പ്രേമചന്ദ്രൻ UDFന് വേണ്ടി MP ആയിരിക്കുന്ന മണ്ഡലമാണ് കൊല്ലം. MA ബേബിയെ കഴിഞ്ഞ തവണ തോൽപ്പിച്ച് പ്രേമേന്ദ്രൻ അദ്ദേഹത്തിന് വലിയ പ്രതിച്ഛായയുടെ നടുവിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പ്രേമേന്ദ്രൻ തന്നെ വീണ്ടും മത്സരിക്കുമെന്ന് RSP വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ UDFൻ്റെ സിറ്റിംഗ് സീറ്റാണ്. ഇത്തവണയും പ്രേമേന്ദ്രൻ മത്സരിക്കുന്നു. അവിടെ പ്രേമേന്ദ്രനെ വീഴ്ത്താൻ മികച്ച സ്ഥാനാർത്ഥി തന്നെ വേണമെന്നൊരു ധാരണ, കൂടിയാലോചന LDFനകത്തുണ്ട്. അത് അവരുടെ അഭിമാന പ്രശ്നം കൂടിയാണ് എന്നത് കൂടി ഓർക്കണം. കഴിഞ്ഞ തവണ പിണറായി വിജയൻ അടക്കം വളരെ കടുത്ത പരാമർശങ്ങളൊക്കെ നടത്തി നേരിട്ടുവെങ്കിലും പ്രേമേന്ദ്രനെ വീഴ്ത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇത്തവണ പ്രേമേന്ദ്രനെ തോൽപ്പിക്കുക എന്നൊരു അഭിമാന പ്രശ്നമായി ഇടതുപക്ഷം എടുത്തേക്കും. അപ്പോൾ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ അവരവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യത്തോടെ പരിഗണിക്കുന്ന പേര് മുൻ MP KN ബാലഗോപാലിൻ്റെ പേരാണ്. KN ബാലഗോപാലിന് വലിയ പ്രതിച്ഛായ അവിടെയുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം പാർലമെൻറ്ററിയൻ ആയിരുന്നു. ആ നിലയ്ക്ക് മികച്ച പ്രവർത്തനം നടത്തിയതിൻ്റെ പശ്ചാത്തലമുണ്ട്. ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും അവബോധവും ഒക്കെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാലും ഒക്കെ ഗുണമാകും എന്താണ് അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ ആലോചിക്കുന്നവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ. MA ബേബി തോറ്റ മണ്ഡലത്തിൽ വിജയിക്കുക എന്നത് ചെറിയ പ്രയത്നമല്ല, ഭഗീരഥ പ്രയത്നമാണ്. KN ബാലഗോപാൽ മത്സരിക്കാൻ വരുന്നു പറയുമ്പോൾ NK പ്രേമേന്ദ്രൻ മികച്ച പാർലമെൻറ്റിൽ നിന്ന് പ്രതിച്ഛായ ഉണ്ടാക്കുകയും ആ നിലയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്ത ഒരു സവിശേഷമായ രാഷ്ട്രീയ കാലാവസ്ഥ കൂടിയുണ്ട്. അതുകൊണ്ട് മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ ആരെയെങ്കിലും അവിടെ കൊണ്ടുവന്നാൽ, കുറച്ചുകൂടി സീനിയേഴ്സ് ആയിട്ടുള്ള നേതാക്കളെ കൊണ്ടുവന്നാലും അത്ഭുതപ്പെടാനില്ല. ബിനിൽ സാബു കൊല്ലത്ത് നിന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. കൊല്ലം മണ്ഡലത്തെക്കുറിച്ച് 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന വലിയ ലോക്സഭാ മണ്ഡലമാണ് കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. കശുവണ്ടി തൊഴിലാളികളും അതോടൊപ്പം തന്നെ മത്സ്യബന്ധന മേഖലയും മലയോര മേഖലയും ഒക്കെ ഉൾപ്പെടുന്നതാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം. എന്തായാലും ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള മുന്നണികൾ അവരുടെ സ്ഥാനാർത്ഥികൾക്കായുള്ള ചർച്ചകളൊക്കെ പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. CPMനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ MA ബേബി ആയിരുന്നു ഇവിടെ സ്ഥാനാർത്ഥി. അദ്ദേഹം NK പ്രേമചന്ദ്രനോട് പരാജയപ്പെടേണ്ടി വന്നു. ഇത്തവണ അതുകൊണ്ട് വലിയൊരു ചർച്ച ഇതിൽ നടക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയാവണം, വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ മത്സരരംഗത്ത് ഇറക്കണമെന്ന് തന്നെയാണ് CPM ആലോചിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന പേര് മുൻ ജില്ലാ സെക്രട്ടറിയായ KN ബാലഗോപാലിൻ്റെതാണ്. കാരണം ഈ 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും വിജയിച്ചിരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഇടത് MLA-മാരാണ് ഈ കൊല്ലം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഇടത് സ്ഥാനാർത്ഥികളാണ് ജയിച്ചിട്ടുള്ളത്. അന്ന് CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന KN ബാലഗോപാൽ ആ വിജയത്തിന്, ഈ 7 MLA-മാരുടെയും വിജയത്തിന് ചുക്കാൻ പിടിച്ച CPM ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് തന്നെയാണ് ഒരു വിഭാഗം പാർട്ടിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ചർച്ചകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സംഘടനാ സംവിധാനം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി ഇവിടെ വിജയിച്ച് കയറുക എന്നത് തന്നെയാണ് CPM ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തന്നെ PB അംഗമായ MA ബേബിയുടെയും പേര് ഒരു വിഭാഗത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കണം എന്ന ആവശ്യം ഒരു വിഭാഗം ഉന്നയിക്കുന്നു. ആ ആവശ്യം ഉയർന്നു കേൾക്കുന്നു. എന്നിരുന്നാൽ തന്നെയും ഇവിടെ വിജയ സാധ്യത KN ബാലഗോപാൽ തന്നെയാണ് എന്ന് തന്നെയാണ് CPM പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. KN ബാലഗോപാലിന് ഏറ്റവും പ്രാമുഖ്യം. ബാലഗോപാൽ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കുകയാണ് ബിനിൽ സാബു.